കണ്ണൂർ പാലത്തായി പീഡന കേസിന്റെ ശിക്ഷാവിധി ഉച്ചതിരിഞ്ഞ് 3 മണിക്കായിരിക്കും എത്തുക. ബി.ജെ.പി. നേതാവും അധ്യാപകനുമായ പ്രതിക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്നാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചത്. അതേസമയം തന്നെ ഇന്ന് കോടതിയിൽ പല നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ജഡ്ജിയും പ്രതിഭാഗം അഭിഭാഷകനും തമ്മിൽ വാക്കേറ്റമൊക്കെ ഉണ്ടായിരുന്നു. നിരപരാധിയായ ഒരാൾക്കും തന്റെ അവസ്ഥ വരരുത് എന്നായിരുന്നു ഈ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പത്മരാജന്റെ പ്രതികരണം കോടതിയിലുണ്ടായത്. പാലത്തായി കേസിലെ ശിക്ഷാവിധിയിന്മേൽ നടന്ന വാദത്തിൽ നാടകീയ രംഗങ്ങളാണ് കോടതിയിൽ അരങ്ങേറിയത്. ശിക്ഷാവിധിക്ക് തൊട്ടു മുൻപായി പ്രതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പത്മരാജനോട് എന്തെങ്കിലും അവസാനമായി പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചു. ആ സമയത്ത് നിരപരാധിയായ ഒരാൾക്കും തൻ്റെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് താൻ പ്രാർത്ഥിക്കുന്നു എന്നതാണ് പത്മരാജൻ്റെ മറുപടി. ഒപ്പം തന്നെ തൻ്റെ ഭാര്യയോ മക്കളോ ആത്മഹത്യ ചെയ്താൽ അതിന് ഉത്തരവാദി SDP-യും മത തീവ്രവാദ സംഘടനകളുമായിരിക്കുമെന്നും കോടതിയോട് പറഞ്ഞു. ആ സമയത്ത് കോടതി വ്യക്തമാക്കിയത് ഇതൊക്കെ വാദത്തിൻ്റെ സമയത്ത് പറയേണ്ട കാര്യങ്ങളാണ് എന്നതാണ്. ഒപ്പം തന്നെ പ്രതിഭാഗം അഭിഭാഷകൻ എഴുന്നേറ്റ് നിന്ന് ഈ പത്മരാജൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ കോടതി രേഖപ്പെടുത്തണം എന്നുകൂടി ആവശ്യപ്പെട്ടു. അതിനുശേഷം പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത് പരമാവധി ശിക്ഷ നൽകണമെന്നതാണ്. കാരണം ഈ കുട്ടിയുടെ കുടുംബം വളരെ ദരിദ്ര കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ആ കുട്ടിയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് വധശിക്ഷ തന്നെ ഉറപ്പാക്കണമെന്ന് പ്രോസിക്യൂഷനും കോടതിയിൽ വാദിച്ചു. പിന്നീട് മാധ്യമങ്ങളെ കണ്ട പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കിയത് ഈ കേസിൽ ചില അട്ടിമറികൾ നടന്നു. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് TK രത്നകുമാർ, അതായത് ഇപ്പോൾ CPM-ന്റെ ശ്രീകണ്ഠാപുരം കൗൺസിലിലെ സ്ഥാനാർത്ഥിയായ TK രത്നകുമാർ എന്ന DYSP ആയിരുന്നു. അദ്ദേഹമാണ് ഈ കേസ് അന്വേഷിച്ചത്. അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിലാണ് ഈ പത്മരാജനെതിരെ പോക്സോ വകുപ്പ് നിലനിൽക്കുമെന്ന് കണ്ടെത്തിയത്. അതിനു മുമ്പ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്നു, ലോക്കൽ പോലീസ് അന്വേഷിച്ചിരുന്നു. പക്ഷേ പത്മരാജൻ കുറ്റക്കാരനല്ല എന്നതായിരുന്നു, അല്ലെങ്കിൽ പോക്സോ കേസ് നിലനിൽക്കില്ല എന്നതായിരുന്നു അന്ന് പോലീസും ക്രൈംബ്രാഞ്ചും കണ്ടെത്തിയത്. എന്നാൽ TK രത്നകുമാർ ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷം ഇതിൽ വ്യാജ തെളിവുകളടക്കം നിർമ്മിച്ചു എന്ന ആരോപണം കൂടി ഇപ്പോൾ പ്രതിഭാഗം അഭിഭാഷകന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ക്രൈംബ്രാഞ്ചിൻ്റെ ലോക്കൽ പോലീസിനെയും 2 കണ്ടെത്തലുകളുണ്ട്. കാരണം അതിജീവിതയുടെ മൊഴി മാത്രം ആശ്രയിച്ചാണ് ഈ കേസിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പിന്നിലുള്ള സാഹചര്യങ്ങൾ അപ്പീൽ കോടതിയെ കൃത്യമായും സത്യസന്ധമായും ബോധ്യപ്പെടുത്തുന്നതായിരിക്കും. ഏതായാലും ഉച്ചയ്ക്ക് 3 മണിക്ക് തലശ്ശേരി അതിവേഗ പോക്സോ കോടതിയാണ് ഈ കേസിൽ വിധി പറയുക. തലശ്ശേരിയിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.